ണമെന്ന് ബന്ധുമിത്രാദികൾ അറിയിക്കുന്നു. അപ്പച്ചൻ്റെ 7-ാം ദിന ഓർമ്മ പൂജ നാളെ വൈകിട്ട് 4 മണിക്ക് ഈ ദേവാലയത്തിൽ വെച്ച്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മരണം തന്നെയാണ് ആൻഡോപ്പച്ചൻ്റെ. അപ്പച്ചനെക്കുറിച്ച് തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല നല്ല വാക്കുകൾ മാത്രമേ പറയുവാനായിട്ട് കാണത്തുള്ളൂ, അതിലൊരു സംശയവുമില്ല. അപ്പച്ചനെക്കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും ഒരു 4 പേരടങ്ങുന്ന ഒരു ഫോർ ദ പീപ്പിൾ എന്നൊക്കെ പറയുന്നത് പോലൊരു ഒരു സൗഹൃദ സംഘം അപ്പച്ചനും ഫിലിപ്പച്ചാനും അൽഫോൻസാനും തോബിയാസാനും ഒക്കെ. ഫിലിപ്പച്ചാൻ വല്ലപ്പോഴുമൊക്കെ നാട്ടിൽ വരുമ്പോൾ 4 പേരും ഒരുമിച്ച് കൂടും. 4 പേരും കൂടെ ഒക്കെ ഒരുമിച്ച് മേടയിൽ വരും. എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യും. പിന്നെ എല്ലാത്തിനും തീർച്ചയായിട്ടും മുൻകൈ എടുക്കുവാനായിട്ട് ഈ ഒരു സംഘമുണ്ടായിരുന്നു. അതിൽ ഒരാളെ ഇന്നവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ 3 പേർക്ക് മാത്രമല്ല, തീർച്ചയായിട്ടും ഇടവകയ്ക്ക് മുഴുവനും ഇത് വലിയൊരു ആഘാതം തന്നെയാണ്. വിശ്വസിക്കുവാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വിയോഗം, ഒരു വേർപാട്. തീർച്ചയായിട്ടും കാരിച്ചാൽ ഇടവകയെ സംബന്ധിച്ചും അപ്പച്ചൻ്റെ ഈ ഒരു വേർപാട് വേദന ഉളവാക്കുന്നത് തന്നെയാണ്. കാരണം അപ്പച്ചൻ്റെ ഒരു കയ്യൊപ്പ് അല്ലെങ്കിൽ ഒരു കൈമുദ്ര പതിപ്പിച്ചിട്ട് തന്നെയാണ് അപ്പച്ചൻ ഇന്ന് ഈ ദേവാലയത്തിൽ നിന്നും ഈശോയുടെ പക്കലേക്ക് കടന്നു പോകുന്നത്. അവസാനമായിട്ട് അന്ത്യയാത്ര പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാറ്റിനെയും ഓർത്ത് നമുക്ക് അപ്പച്ചന് നന്ദി അർപ്പിക്കാം. ഇടവകയെ സംബന്ധിച്ചിടത്തോളം പ്രായം 70 ആയിരുന്നിട്ടും എന്തിനും ഏതിനുമൊക്കെ ഓടി നടക്കാനായിട്ട്, അല്ലെങ്കിൽ ചുറുചുറുക്കോടെ നടക്കാനായിട്ട്, അല്ലെങ്കിൽ എല്ലാവരെയും ഒക്കെ ഒന്ന് ഒരുമിപ്പിച്ച് നിർത്താനായിട്ട്, ഇനി എന്ത് വഴക്കോ എന്തുമൊക്കെ ഉണ്ടായിക്കോട്ടെ, പോകാൻ പറ, വിളിക്കുക, നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് വന്ന് നമ്മളെയൊക്കെ ശക്തിപ്പെടുത്തുന്ന ഒരാൾ തന്നെയായിരുന്നു ആൻഡോപ്പച്ചൻ. ഇടവകയ്ക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് അജപാലന സമിതി അംഗമാണ്. ഞാൻ വന്നപ്പോൾ കോർഡിനേറ്ററായിട്ടൊക്കെ അപ്പച്ചൻ സേവനം അനുഷ്ഠിച്ചിരുന്നു. ടെറിയച്ചൻ്റെ സമയത്തുമൊക്കെ, ആ സമയത്തൊക്കെ അല്ലെങ്കിൽ അതിന് ശേഷവും സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷമൊക്കെ സാധാരണ അച്ഛന്മാർക്ക് അല്ലെങ്കിൽ എനിക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പുറത്തോട്ടൊന്ന് പോകണമെങ്കിൽ, അത് ഇനി ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തിന് ആരെങ്കിലും കാണാൻ പോകണം, ഏതെങ്കിലും ഒരു വീട്ടിൽ പോകണം. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു ഒറ്റയ്ക്ക് പോകാനായിട്ടുള്ളൊരു മടിയാണ്. പക്ഷേ വെറുതെ അപ്പച്ചനെ ഒന്ന് ഫോൺ വിളിച്ച് അപ്പച്ച ഫ്രീ ആണോ എന്ന് ചോദിക്കുമ്പോൾ പോവാം, എവിടാണെന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന അപ്പച്ചനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പിന്നീട് വയ്യാതായപ്പോഴാണ് കോർഡിനേറ്റർ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷവുമൊക്കെ അപ്പച്ചനെ ഞാൻ വിളിക്കുമായിരുന്നു. അപ്പോഴൊരു ആ സമയത്തൊരു പരാതി പോലൊക്കെ ഇന്ന് കേട്ടിരുന്നു, അച്ഛൻ കൊണ്ടു നടന്നാണ് അപ്പച്ചന് പെട്ടെന്ന് അങ്ങോട്ട് ക്ഷീണമൊക്കെ ആയത് എന്ന്. അതിൻ്റെ ഒരു കുറ്റബോധവും എനിക്കുണ്ട്. കാരണം തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അപ്പച്ചനെ ഞാൻ വിളിക്കുമായിരുന്നു. കാരണം നമ്മൾ സാധാരണയായിട്ട് കൂട്ടുകാരോടൊക്കെ ഇടപഴകുന്നത് പോലെ വെറുതെ കവിളത്ത് പിടിച്ചും അല്ലെങ്കിൽ വയറ്റത്ത് 2 കുത്തുമൊക്കെ കുത്തിയിട്ട് സംസാരിക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരടുപ്പം അപ്പച്ചനുമായിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ പോകുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നത്, ഞാൻ പോകുമ്പോൾ, അതായത് 3 വർഷം തികഞ്ഞൊക്കെ പോകുമ്പോൾ, ഞാൻ പോകുന്നതിനെ ഓർത്ത് ഒരല്പം കണ്ണുനീരൊഴുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്ന ഒരാളായിരുന്നു ആൻഡോപ്പച്ചൻ. കാരണം അത്രത്തോളം അപ്പച്ചൻ സ്നേഹിച്ചിട്ടുണ്ട്. അറിയാതെ തീർച്ചയായിട്ടും വിനുചാനും വിനുചേച്ചിക്കും അമ്മച്ചിക്കുമൊക്കെ ഈ ഒരു വിയോഗം എത്രത്തോളം പ്രയാസമുള്ളത് ആണ് എന്ന് എനിക്കറിയാം. സാധാരണയായിട്ട് സാധാരണ അച്ഛന്മാർ അല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇടവകയിൽ അങ്ങനെ വന്ന് ആരോടും പ്രത്യേക മമതയോ പ്രത്യേകമായിട്ടുള്ളൊരു അടുപ്പവും ഒന്നും കാണിക്കത്തില്ല എന്ന്. പക്ഷെ അത് ഞാൻ
ഞാനത് ഏറ്റുപറയാണ്. തീർച്ചയായിട്ടും ആൻ്റോപ്പച്ചനുമായിട്ട് എന്തോ വലിയൊരു അടുപ്പമുണ്ടായിരുന്നു. അത് സമ്മതിക്കാതെ വയ്യ. അത് ആ ഒരു കുറ്റം പോലെ തന്നെ ഞാൻ ഏറ്റുപറയുകയാണ്. കാരണം അതൊരു വളരെ പ്രയാസമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. മേടയിലിരിക്കുമ്പോഴാണ് ഷിയ ചേച്ചി വന്ന് പറയുന്നത്, ഒരു കാര്യത്തിന് വന്നപ്പോൾ പെട്ടെന്ന് ഫോൺ വന്നു, ആൻ്റോപ്പച്ചൻ ഇങ്ങനെ വയ്യ, മരിച്ചു, ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ല. വീണ്ടും വീണ്ടും കോളുകൾ വന്നപ്പോൾ മനസ്സിലായി ഇത് സത്യമാണ്, അംഗീകരിച്ചേ മതിയാകൂ എന്നൊക്കെ. തീർച്ചയായിട്ടും ഈ ഒരു നിമിഷത്തിൽ ഇടവകയുടെ എല്ലാവിധ അനുശോചനവും പ്രാർത്ഥനയും ആശ്വാസവും ഒക്കെ കുടുംബത്തിന് നേരുകയാണ്. പ്രത്യേകിച്ച് അമ്മച്ചിക്ക്. കാരണം അമ്മച്ചിയായിരുന്നു എന്തിനും ഏതിനുമൊക്കെ അപ്പച്ചൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. എവിടെയൊക്കെ കൊണ്ടുപോയി പ്രാർത്ഥിക്കാമോ, അല്ലെങ്കിൽ ഏതൊക്കെ ആശുപത്രിയിൽ ഏതൊക്കെ ചികിത്സ കൊടുക്കാമോ അതൊക്കെയായിരുന്നു അമ്മച്ചിയുടെ മനസ്സിൽ എപ്പോഴും. വിനുശാൻ്റെയും വിനച്ചി ചേച്ചിയുടെയും ഒക്കെ. തീർച്ചയായിട്ടും ചെയ്യാവുന്നതെല്ലാം ചെയ്തു. നല്ലതുപോലെ തന്നെയാണ് അപ്പച്ചനെ നോക്കിയത്. അപ്പച്ചൻ സന്തോഷത്തോടു കൂടി തന്നെയായിരിക്കും ഇപ്പോഴായിരിക്കുന്നത്. കാരണം ലഭിക്കാവുന്ന എല്ലാ സ്നേഹവും ആദരവും ഒക്കെ കുടുംബത്തിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ഇടവകയിൽ നിന്നുമൊക്കെ ഏറ്റുവാങ്ങിയിട്ട് തന്നെയാണ് അപ്പച്ചൻ ഇപ്പോൾ നമ്മുടെ കൂടെ ആയിരിക്കുന്നത്. ഈ ഒരു നിമിഷത്തിൽ ഇടവകയുടെ പേരിലുള്ള എല്ലാ പ്രാർത്ഥനകളും അനുശോചനവും ആദരവും എല്ലാം സമാധാനവും ഒക്കെ സർവശക്തനായ ദൈവം നിങ്ങളെ കൂടെ നിന്ന് ചേർത്ത് പിടിച്ച് ഈ ഒരു വേർപാട് നിങ്ങൾക്ക് അത് കടന്നു പോകുവാനായിട്ട്, അത് അംഗീകരിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഇടവകയുടെ അജപാലന സമിതി അംഗത്തിന്, ഞങ്ങളുടെ മുൻ കോർഡിനേറ്ററിന്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ആൻ്റോപ്പച്ചന് ഇടവകയുടെ ആദരം സമർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ്